ഇന്ന് ബാക്കി വരുന്ന ഇഡ്ഡലി കൊണ്ട് എങ്ങനെ ഉപ്മാവ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എന്തായാലും രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയാൽ കുറേ ഇഡ്ഡലി ബാക്കി വരും. അത് വൈകുന്നേരത്തെ 4 മണി പലഹാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കും വലിയവർക്കും. അതെങ്ങനെ, അല്ലെങ്കിൽ രാവിലത്തെ പിറ്റേ ദിവസം രാവിലത്തെ പലഹാരമായിട്ട് നമുക്കത് ഉപയോഗിക്കാം. അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. വറുക്കുന്നതിന് വേണ്ടി ഞാൻ കടുക്, മുളക്, ക്രഷ്ഡ് ഉഴുന്ന് പരിപ്പ്, കറിവേപ്പില, ഇത്രയും സാധനമാണ് വേണ്ടത്. ഇപ്പം എല്ലാം ഇഡലിയെല്ലാം ഞാൻ ഇതുപോലെ സ്ക്വയർ പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. കൂടാതെ വെളിച്ചെണ്ണയും കൂടി വേണം. ഇത്രയും സാധനം ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ലൊരു ഉപ്മാവ് ഉണ്ടാക്കാം. ഓരോ ഇഡലി എടുത്തിട്ട് ഇതുപോലെ കഷ്ണമായിട്ട് മുറിച്ചിടണം, സ്ക്വയർ പീസായിട്ട്. അങ്ങനെ എല്ലാ ഇഡലിയും സ്ക്വയർ പീസായിട്ട് മുറിച്ചതിന് ശേഷമാണ് ഉപ്മാവ് ഉണ്ടാക്കേണ്ടത്. അതെങ്ങനെയെന്ന് ഞാനെല്ലാം മുറിച്ചിട്ടതിന് ശേഷം കാണിച്ചു തരാം. ഒരു ഉരുളി ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് ചേർക്കണം. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ക്രഷ്ഡ് ഉഴുന്ന് പരിപ്പും മുളക് മുറിച്ചതും കറിവേപ്പിലയും ചേർക്കണം. അത് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച ഇഡലി ചേർക്കാം. സ്ക്വയർ പീസായിട്ടാണ് മുറിക്കേണ്ടത്. ആ ഇഡലി ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത്തിരി മൊരിയുമ്പോൾ നമുക്ക് വാങ്ങി വെച്ചിട്ട് ഉപയോഗിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ഞാൻ ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചു തരാം.